ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി സ്നാക്സ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി പഴുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടതാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലോപ്പ് ആണെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല. വളരെ സിമ്പിളാണ്, എനിക്ക് കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി. നമുക്കതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യാല്ലേ. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് 2 പഴം അല്ലെങ്കിൽ 1 പഴം എടുക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 1 തോന്നുന്നു എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അവർ 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഫ്ലോപ്പായി കഴിഞ്ഞാൽ മുട്ട പോവില്ലെന്ന് വിചാരിച്ചിട്ടാണ് 1 എടുത്തത്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്കായ്, പിന്നെ പഞ്ചസാര കേട്ടോ. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 മുട്ടയാണ് കേട്ടോ. അപ്പോൾ അവർ 3 മുട്ട എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 3 മുട്ട എടുത്തിട്ട് ഇത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ മുട്ട പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കാം. മറന്നു പോയി, വേറെ തന്നെ പാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് അങ്ങനെ തിളപ്പിച്ച് ആ പാല് ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഈ പാലിനെ ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അവരിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കണേ. അപ്പോൾ ഞാൻ ആ ഉപ്പ് ചേർത്ത വീഡിയോ ഇതിൽ കാണാനില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് മധുരം ചേർക്കുമ്പോഴും അതിൽ ഇത്തിരി ഉപ്പ് ചേർക്കുമ്പോൾ ആ മധുരം അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളൊരു ഇഡ്ഡലി പാത്രം നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് ഇഡ്ഡലി പാത്രം കുറച്ച് വെള്ളം കൂടി അടുത്തിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതൊന്ന് ഇറക്കി വെക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് നെയ്യൊന്ന് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരും കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഈ നെയ്യ് വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവർ വീഡിയോയിൽ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ചേർക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരും വീഡിയോയിൽ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ സ്റ്റീം ചെയ്തിട്ടാണ് കാണിച്ചു തന്നത്. പിന്നെ ഇത് നമുക്ക് ഓവണിൽ ചെയ്താലും റെഡി ആവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓവൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവണിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് റെഡി ആയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഓവണിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓവൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ മൂടി കൊണ്ട് തന്നെ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം അവർ ആ വീഡിയോയിൽ 10 മിനിറ്റ് വെച്ചാൽ മതി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റെഡിയാന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം ആയിന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ റെഡിയായോന്ന്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണിൻ്റെ തലപ്പം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് ഒട്ടുന്നില്ലെങ്കിൽ അത് വെന്തു എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് കേക്ക് എന്ന് പറയുന്നതിന് എന്താ പേര് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾക്കിവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും. ഇനി നമുക്കത് നന്നായിട്ട് തണുത്ത ശേഷം കണ്ടോ സൈഡൊക്കെ ഇങ്ങനെ വിണ്ട് വരും. അതിന് ശേഷം നമുക്കതിന് ശരിക്കും ബോൾ വെച്ച് ജസ്റ്റ് ഒന്ന് മറിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇങ്ങോട്ട് വരും കേട്ടോ, തനിയെ വരും.
കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും സക്സസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് അടക്കം ഞാൻ പറയാൻ കണ്ട തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെന്താ പേരിടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിങ്ങനെ ഇടണം പ്ലേറ്റിലേക്ക്. ഇത് മുറിയാണ്ട് കിട്ടണം കേട്ടോ. അതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നന്നായി ചൂടാറണം കേട്ടോ. നന്നായി തണുത്ത ശേഷം മാത്രമേ അങ്ങനെ മാറ്റിയിടാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഇത് നമുക്ക് മുറിയാണ്ട് കറക്റ്റായിട്ട് വന്നോട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം. നമുക്കിതൊരു ബനാന കേക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. ശരിക്കും കേക്ക് പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു കേക്ക് പോലെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ട്. ശരിക്കും ആ വീഡിയോയിൽ പറഞ്ഞാൽ തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ അറിയാൻ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് കാണാൻ തന്നെ കൊതിയായിട്ടോ. ഞാൻ കുറച്ചിട്ട് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയുകയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അവർ ഇത്രയും 3 മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു മുട്ട ചേർത്തിട്ടാണ് ഇത്രയും സോഫ്റ്റ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര അധികം ഇഷ്ടപ്പെടും കേട്ടോ. ശരിക്കും ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും ഒരു കേക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനും. കണ്ടോ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. ടൈമോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കാണാൻ തന്നെ അറിയണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ മുട്ട ചേർത്തല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും 3 മുട്ടൻ്റെ ആവശ്യമില്ല തോന്നുന്നു. കാരണം ഞാൻ ഒരു മുട്ടയിൽ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല സോഫ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് റെസിപ്പി എന്തായാലും സക്സസ് ആയി. ഞാൻ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ വെറുതെ പറയാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ട ചേർത്തിട്ടാണ് ഇത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ 3 മുട്ടയാണ് അവർ ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് സക്സസ് ആവുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ.